നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആചാരപെരുമയും പാരമ്പര്യവും സമന്വയിക്കുന്ന പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ചൊവ്വാഴ്ച രാത്രി കൊടിയേറും. 7 ദിവസത്തെ പൂരാഘോഷ വിഷയത്തിന് ശക്തമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയപ്രഖ്യാപനത്തിന്റെ ആവേശത്തോടെ LDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ. പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രവർത്തകർക്ക് ആവേശമായി. നാട്ടികയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പരിപൂർണമായും മലീമസപ്പെട്ടെന്ന് നാട്ടികയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നതായി VM സുധീരൻ. വാർത്തകൾ വിശദമായി. ആചാരപ്പെരുമയും പാരമ്പര്യവും സമന്വയിക്കുന്ന പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ചൊവ്വാഴ്ച രാത്രി കൊടിയേറും. 7 ദിവസത്തെ പൂരാഘോഷ വിഷയത്തിന് ശക്തമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. ചൊവ്വാഴ്ച രാത്രി 8:30 ആറാട്ടുപുഴ ശ്രീ ശാസ്താക്ഷേത്രത്തിൽ ആറാട്ടുപുഴ പൂരത്തിന് കൊടിയേറുക. 7 ദിവസം നീണ്ടുനിൽക്കുന്ന പൂരാഘോഷങ്ങൾ മാർച്ച് 30 സമാപിക്കും. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന പൂരത്തിൽ പ്രശസ്തമായ 23 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദേവീദേവന്മാരാണ് കൂട്ടിയെഴുന്നള്ളിപ്പിൽ സംഗമിക്കുക. പൂരത്തിന്റെ താളമേളങ്ങൾ ആസ്വദിച്ച ആചാരങ്ങളിൽ പങ്കെടുക്കുന്ന 10,000-കൾക്കായി തൃശൂർ റൂറൽ പോലീസ് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി ക്ഷേത്ര പരിസരം, ഉത്സവ നഗരി എന്നിവയെ 3 മേഖലകളാക്കി തിരിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിനാണ് മേൽനോട്ടം. മോഷണം ഉൾപ്പെടെ കുറ്റകൃത്യങ്ങൾ തടയാൻ ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തി. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് കൺട്രോൾ റൂം, CCTV നിരീക്ഷണം, മൊബൈൽ ബൈക്ക് പട്രോളിംഗ്, മഫ്തി പോലീസ്, സ്ത്രീ സുരക്ഷയ്ക്ക് പിങ്ക് പോലീസ്, ലഹരി വിരുദ്ധ പ്രവർത്തനം നിരീക്ഷിക്കാൻ ഡാൻസ് ഓഫ് ടീമിന്റെ പ്രവർത്തനം എന്നിവ സജ്ജമാക്കി. തെരഞ്ഞെടുക്കപ്പെട്ട 9 സ്ഥലങ്ങളിലാണ് വാഹന പാർക്കിംഗ് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ 24 മണിക്കൂറും ആംബുലൻസ് സംവിധാനം ലഭ്യമാക്കും. മെഡിക്കൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന പ്രത്യേക ക്രമീകരണങ്ങളും പോലീസ് ആറാട്ടുപുഴയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കടലോര ജാഗ്രതാ സമിതിയുടെ സഹകരണത്തോടെ ബോട്ട് പട്രോളിംഗും പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയപ്രഖ്യാപനത്തിന്റെ ആവേശത്തോടെ LDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ. പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രവർത്തകർക്ക് ആവേശമായി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങൾ അവരെ അംഗീകരിക്കും. വളർത്തി വലുതാക്കിയ പാർട്ടിയെ തള്ളി പറഞ്ഞാൽ ആ ജനങ്ങൾ അവരെ കൈകാര്യം ചെയ്യും എന്ന സഖാവിന്റെ പ്രഖ്യാപനം ഈ മണ്ഡലത്തിൽ വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഏതൊരു നിലപാടെടുത്തുകൊണ്ടാണോ അദ്ദേഹം ഇക്കാലം അത്രയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്, ആ നിലപാടുകൾക്കെല്ലാം ഘടകവിരുദ്ധമായ സമീപനം സ്വീകരിക്കാനൊരു മടിയും അദ്ദേഹത്തിനില്ല. വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളുടെ കയ്യിലെ പാവയായി അദ്ദേഹം മാറുകയുണ്ട്. കോൺഗ്രസ്സുകാർ വിളിച്ചു, എന്ന് വേണോ എന്നെ നിങ്ങൾ വിളിച്ചോ? അവർ വിളിച്ചു എന്ന് പറഞ്ഞാണ് ഡൽഹിയിൽ പോയത്. കോൺഗ്രസിന്റെ അടുത്ത് അവർ പറഞ്ഞു ഞങ്ങൾ വിളിച്ചില്ല, ഞങ്ങൾക്ക് വേണ്ട, തിരിച്ചു വന്നു. അപ്പോഴാണ് കാവി ഭാരവുമായി മറ്റൊരു കൂട്ടം കാത്തു നിന്നത്. ഇപ്പൊ അവരുടെ കൂടാരത്തിലാണ്. അവരുടെ കൂടാരത്തിൽ നിന്ന് നമ്മളെ നേരിടുന്നു. ആ രാഷ്ട്രീയം വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കയ്യിലെ കരിപ്പാവയായി മാറിയ വ്യക്തിയോട് ഈ കൺവെൻഷൻ പ്രഖ്യാപിക്കുന്നു. നാട്ടിക നിയമസഭാ മണ്ഡലം
CPM ചെയർപേഴ്സൺ ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ, NCP ജില്ലാ സെക്രട്ടറി UK ഗോപാലൻ, കേരള കോൺഗ്രസ് S നേതാവ് PN ശങ്കർ, കേരള കോൺഗ്രസ് B നേതാവ് PR വസന്തൻ, CPML റെഡ് ഫ്ളാഗ് ജില്ലാ കമ്മിറ്റി അംഗം MG ജയകൃഷ്ണൻ, CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TR രമേശ് കുമാർ, ഷീല വിജയകുമാർ, കേരള കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, CPI ജില്ലാ കമ്മിറ്റി എക്സിക്യൂട്ടീവ് അംഗം KP സന്ദീപ, ജില്ലാ കമ്മിറ്റി അംഗം KK രാജേന്ദ്രബാബു, സ്ഥാനാർത്ഥി ഗീതാ ഗോപി, LDF മണ്ഡലം കൺവീനർ KM ജയദേവൻ എന്നിവർ സംസാരിച്ചു. നാട്ടികയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പരിപൂർണമായും മലീമസപ്പെട്ടെന്ന് നാട്ടികയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നതായി VM സുധീരൻ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂരിന്റെ നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പെരിങ്ങോട്ടുകരയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള വിദ്യാർത്ഥി യൂണിയനിലെ പ്രവർത്തകനായി പൊതുരംഗത്തേക്ക് കടന്നു വന്നു. ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ വൈസ് പ്രസിഡന്റായി അദ്ദേഹം ASU സംസ്ഥാന സെക്രട്ടറിയായി, പിന്നീട് യൂത്ത് കോൺഗ്രസ് നേതാവായി പ്രവർത്തിച്ചു. ഞാൻ KPCC പ്രസിഡന്റായിരുന്ന കാലത്ത് അദ്ദേഹത്തെ സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലേക്ക് നിയോഗിച്ചു. ആ ലൈബ്രറി കൗൺസിൽ ഭരണസമിതിയിൽ അംഗമായി വളരെ ഫലപ്രദമായി അദ്ദേഹം പ്രവർത്തിച്ചു. ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭംഗിയായി നിർവഹിച്ചു. എനിക്ക് അദ്ദേഹത്തോടുള്ള ഏറ്റവും വലിയ മതിപ്പ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചു. നിർഭാഗ്യവശാൽ പരാജയപ്പെട്ടെങ്കിലും ഈ നാട്ടിക നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോടുള്ള തന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലവും ഈ നിയോജക മണ്ഡലത്തിലെ ഓരോ ചലനങ്ങളിലും തുടിപ്പുകളിലും സുനിൽ ലാലൂരിന്റെ സാന്നിധ്യം. നിലവിലെ MLA കൂറുമാറി വർഗീയ പാളയത്തിലെത്തി. മുൻ MLAയെക്കുറിച്ച് നിലവിലെ MLA പറഞ്ഞ ആക്ഷേപങ്ങൾ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ ഇടതുപക്ഷക്കാർ തയ്യാറാകുന്നില്ലെന്നും VM സുധീരൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം അധ്യക്ഷത വഹിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ, നമ്മുടെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ 2019 തൃശൂർ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചപ്പോൾ നാട്ടിക നിയോജക മണ്ഡലം സ്വന്തം നിയോജക മണ്ഡലമായ ഈ നിയോജക മണ്ഡലത്തിൽ നമ്മുടെ മുദ്രാവാക്യം ഇതായിരുന്നു: ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല. ആ 2019 നാട്ടിക നിയോജക മണ്ഡലം രൂപപ്പെട്ടതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായി 2200 വോട്ട് നമ്മുടെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലീഡ് നൽകിയ ചരിത്രം ആവർത്തിക്കണം എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ആമുഖമായി ഇത്രയും പറഞ്ഞത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, KPCC ജനറൽ സെക്രട്ടറിമാരായ ജോസ് വള്ളൂർ, KV ദാസൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്, KK കൊച്ചു മുഹമ്മദ്, MK അബ്ദുൾ സലാം, CO ജേക്കബ്, വികാസ് ചക്രപാണി, CM ബാലസുന്ദരൻ, TK പൊറിഞ്ചു, VR വിജയൻ, K ദിലീപ് കുമാർ, നൌഷാദ് ആറ്റുപറമ്പത്ത്, ശോഭ സുബിൻ, NS അയൂബ്, രഞ്ജില ഗിരി, P വിനു, ഷീബ അജയകൃഷ്ണൻ, സിജോ ജോർജ്, CK വിനോദ് എന്നിവർ സംസാരിച്ചു. അനിൽ പുളിക്കൽ ചെയർമാൻ, KA ഹാറൂൺ റഷീദ് ജനറൽ കൺവീനർ, PI ഷൌക്കത്ത് അലി, ഷൈജു സായറാം വർക്കിംഗ് ചെയർമാൻ, അഡ്വക്കേറ്റ് AB അനീഷ് ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 1001 അംഗ UDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു. LDF ചേർപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലുള്ള റോഡുകളും ഫ്ലൈ ഓവറുകളൊക്കെ വന്നു കഴിഞ്ഞു. യാഥാർത്ഥ്യമായി നമ്മുടെ ഈ പടിഞ്ഞാറൻ ഭാഗത്ത് ഞാൻ തലപ്പുറത്ത് പോകുമ്പോൾ അവിടെ പണി പൂർത്തിയായി വരികയാണ്. 1 മാസം 2 മാസം കഴിയുമ്പോൾ
നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല, വിശ്വസിക്കാൻ കഴിയില്ല. ഇതൊക്കെ നമ്മുടെ പ്രദേശങ്ങളായിരുന്നോ? അതുപോലുള്ള വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ, ഹൈവേ റോഡ് വികസനം, മലയോര റോഡ് വികസനം, കടപ്പുറം തീരദേശങ്ങൾ ചേർന്നുകൊണ്ടുള്ള വലിയ റോഡ് വികസനം ഒക്കെ കേരളത്തിൽ യാഥാർത്ഥ്യമാകുമ്പോൾ കണ്ണ് തുറന്നു പിടിച്ചാൽ ഇതെല്ലാം കൺമുന്നിൽ വിസിബിൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ കണ്ണു തുറന്നാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന അത്രയും വലിയ വികസനങ്ങൾ ഈ കേരളത്തിൽ യാഥാർത്ഥ്യമായി. ഇനി നാട്ടുപുറങ്ങളിൽ ഗ്രാമീണ റോഡുകൾ, കൊച്ചു കൊച്ചു റോഡുകൾ. ഞാൻ എപ്പോഴും ഇവിടെയൊക്കെ വരുമ്പോൾ അത് ശ്രദ്ധിക്കും. എനിക്ക് മിക്കവാറും എല്ലാ റോഡിൻ്റെ പേര് പോലും ഓർമ്മയിക്കും. ഇവിടെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പഞ്ചായത്തിലാവട്ടെ, അപ്പുറത്തെ പഞ്ചായത്തിലാവട്ടെ, ഏതൊരു പ്രദേശത്ത് വന്നാലും എനിക്കിപ്പോഴും ആ റോഡിൻ്റെ പേരറിയാം. ആ റോഡിന് അന്ന് ആദ്യം നിവേദനം തന്ന ആളാരെന്നറിയാം. അവിടെയുള്ള ആൾക്കാർ പ്രതിഷേധം പ്രകടിപ്പിച്ചവരറിയാം. അത് ജനങ്ങളുടെ അടിസ്ഥാന ഏറ്റവും ആവശ്യമാണ്. ഒരു ഓട്ടോറിക്ഷ അവിടെ വരണം, ഒരു ആശുപത്രിക്ക് ഒരു ആവശ്യം വന്നാൽ ആശുപത്രിക്ക് പോകാൻ കഴിയുന്ന വിധത്തിലുള്ള കൊച്ചു കൊച്ചു റോഡുകൾ, അടിസ്ഥാന സൗകര്യത്തിൻ്റെ വലിയ ഹൈവേ മാത്രമല്ല, നാട്ടുപുറത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കൊച്ചു 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 റോഡുകൾ അത് മെച്ചപ്പെടുത്തി അങ്ങനെ ഓരോ മേഖലയിലെത്താൻ കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി. LDF ചേർപ്പ് പഞ്ചായത്ത് കമ്മിറ്റി കൺവീനർ M. മധു അധ്യക്ഷത വഹിച്ചു. KP സന്ദീപ്, KK അനിൽ, PS അനദ്, PA ഷമീർ, VM വിനോദ്, A. ഉണ്ണികൃഷ്ണ വാര്യർ, അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ, PK ലോഹിതാക്ഷൻ, MG ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. LDF പാറളം പഞ്ചായത്ത് കൺവെൻഷൻ അമ്മാടം FCB ഓഡിറ്റോറിയത്തിൽ നടന്നു. പാറളം, വെങ്ങിണിശ്ശേരി, കോടന്നൂർ മേഖലാ കമ്മിറ്റികൾക്ക് കൺവെൻഷൻ രൂപം നൽകി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അവരെ വടക്കുന്നവരമ്പലത്തില്ല ഭയങ്കര പ്രസംഗമാണ്, കേട്ടതൊന്നുമില്ലാത്ത പ്രസംഗമാണ്. വടക്കുന്നവരൻ അമ്പലത്തിൽ പോയി ഒരു സ്ത്രീ ഈറനണിഞ്ഞ് ചന്ദനക്കുഴിയുമായി പുറത്തേക്ക് വരും. അപ്പൊ ഇടതുപക്ഷക്കാർ കമ്മ്യൂണിസ്റ്റുകാർ പോയി പറയുകയാണ്, എവിടേക്ക് പോയിട്ടുണ്ട് നമ്മളും കിട്ടിയെന്ന്. എവിടേക്ക് പോയിട്ടുണ്ട്? ഇവിടെ ഈ കല്ലിനെയും മണ്ണിനെയും തൊഴുതിട്ടാണോ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുക എന്ന് ചോദിക്കുന്നവരത്ര നമ്മൾ ഈശ്വര വിശ്വാസികൾക്കെതിരാണ് ഇടതുപക്ഷക്കാർ പ്രഖ്യാപനം. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് എന്താ? മതനിരപേക്ഷതയാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രസക്തമായ ഭാഗമാണ്. ഈ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്ക് ഒരു സ്ഥാനം. ഈ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്നവരാണ് ഇടതുപക്ഷക്കാർ. എന്താണ് ഈ മതനിരപേക്ഷത? ഒരാൾ അമ്പലത്തിൽ പോവാണ്, അപ്പൊ ഏതെങ്കിലും വർഗീയവാദി എന്ന് പറഞ്ഞാൽ അവന് ഭക്തിയൊന്നുമില്ല, ഈ ജയചന്ദ്രന്റെ പേരിൽ മറ്റുള്ളവരെ ആക്രമിക്കുക, ഇതാണ് നേരെ പണി. അമ്പലത്തിൽ പോകുന്നവനെ വർഗീയവാദി വന്ന് തടഞ്ഞു, നീ അമ്പലത്തിൽ പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷക്കാരവിടെ ചെയ്തു. അവർക്ക് അമ്പലത്തിൽ പോയത് കൊണ്ട് എന്താ കുഴപ്പവും? ആ വർഗീയവാദിയെ മാറ്റി നിർത്തി അമ്പലങ്ങളിൽ എത്തിക്കുന്നവരാണ് നമ്മൾ. ഒരാൾ പള്ളിയിൽ പോവാണ്, ഏതെങ്കിലും വർഗീയവാദിയെ തടഞ്ഞാൽ നമ്മളവനെത്തും. ആ വർഗീയവാദിയെ മാറ്റി നിർത്തി അവരെ പള്ളിയിൽ എത്തിക്കുന്ന ഉത്തരവാദിത്വം നാം. ഏത് മതത്തിൽ വിശ്വസിക്കാൻ, ഒരു മതത്തിൽ വിശ്വസിക്കാതിരിക്കാൻ ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ മുറുകെ പിടിക്കുന്ന നമ്മളെ കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മൾ ദൈവവിശ്വാസികൾക്കെതിരാണ്. PR വോഗീസ് അധ്യക്ഷനായി. CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, നാട്ടിക നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി, LDF പാർലം പഞ്ചായത്ത് കൺവീനർ സുഭാഷ്, KK രാജേന്ദ്രബാബു, AS ദിനകരൻ, KK ജോബി, സെബി ജോസഫ് പെല്ലിശ്ശേരി, PB ഷാജൻ, PV സുബ്രഹ്മണ്യൻ, TG വിനയൻ, അക്ഷയ് ശങ്കർ, TR മീര, AT പോൾസൺ, CV സുധീരൻ, വനജ രാജൻ, അനൂപ്, സുധ അനിലൻ, ER ജിഷാരാജ്, PV സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പാറളം മേഖലാ കമ്മിറ്റി സെക്രട്ടറിയായി PB ഷാജൻ, പ്രസിഡന്റായി ജെയിംസ്, ട്രഷററായി ഭോജൻ കാരണത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു. വെങ്ങിണിശ്ശേരി മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി സുഭാഷ് മാരാത്ത, പ്രസിഡന്റായി TR മീര, ട്രഷററായി DM ഉദയഭാനു, കോടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി അക്ഷയ് ശങ്കർ, പ്രസിഡന്റായി PV സുബ്രഹ്മണ്യൻ, ട്രഷററായി AC അനിൽകുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു. പെരുമ്പളിശ്ശേരി അന്ന സിൽക്സിൽ വിഷു ഈസ്റ്റർ ഷോപ്പിംഗ് ഫെസ്റ്റിന് തുടക്കമായി.
വിഷു ഈസ്റ്റർ പ്രമാണിച്ച് നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി ഒരുക്കിയിട്ടുള്ളത്. ചേർപ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി വനിതാ വിംഗ് പ്രസിഡന്റ് ഷീല പ്രേംരാജ് ഷോപ്പിംഗ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മുന്നോട്ട് അന്ന സിൽക്കിന് പോകാൻ സാധിക്കട്ടെ എന്ന് എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച നിരവധി ഓഫറുകളാണ് കസ്റ്റമേഴ്സിനായി അന്ന സിൽക്സ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ 1000 രൂപയുടെ പർച്ചേസിനും 100 രൂപയുടെ ഫ്രീ പർച്ചേസ്, ഓരോ 4000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ് ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത 10 പേർക്ക് നറുക്കെടുപ്പിലൂടെ സൗജന്യമായി ബെഡ്ഷീറ്റുകൾ വിതരണം ചെയ്തു. ഏറ്റവും പുതിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ അന്ന സിൽക്സിൽ നിന്നും കസ്റ്റമേഴ്സിന് സ്വന്തമാക്കാവുന്നതാണ്. ചേർപ്പ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സെക്രട്ടറി ബിജി, ജിഷ ജെയ്സൺ, ഷീബ ബൈജു, മാനേജർ PJ അൽജോ എന്നിവർ സംസാരിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരത്തോടനുബന്ധിച്ച് ഊരകത്തമ്മ തിരുവടി ക്ഷേത്രത്തിൽ ചമയ സമർപ്പണം നടന്നു. ക്ഷേത്രം തന്ത്രി ദാമോദരൻ നമ്പൂതിരി, ആവണങ്ങാട്ട് കളരി മഠാധിപതി ശ്രീ രഘുരാമ പണിക്കർ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. ആറാട്ടുപുഴ ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മുടെ ഈ പെരുവനം ഗ്രാമം എന്ന് പറയുന്ന ഈ വലിയൊരു ഗ്രാമത്തിൻ്റെ എല്ലാ ദേവന്മാരും ഉണർന്നിരിക്കുന്നൊരു സമയം കൂടിയാണ്. ആ സമയത്ത് അതിനോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്ന ചടങ്ങുകളുടെയും കലശവും എല്ലാം കൂടി നടക്കുന്ന ഈ മഹനീയമായിട്ടുള്ള സന്ദർഭത്തിൽ ഇവിടുത്തെ പൂരത്തിനോടനുബന്ധിച്ച് ഈ ആനച്ചമയങ്ങളും സമർപ്പണവും എല്ലാം ചെയ്യുന്ന ഈ വേദിയിലേക്ക് വന്നെത്തിച്ചേരാൻ സാധിച്ചത് ഭഗവതിയുടെ അനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചടങ്ങുകളെല്ലാം ഗംഭീരമായിട്ട് നടക്കാൻ ഭഗവതി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗവാക്കായിട്ട് മാറുകയാണ്. ഈ ഉത്സവത്തിൻ്റെ ഭാഗവാക്കായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ക്ഷേത്രങ്ങളാണ് ആറാട്ടുപുഴ പൂരത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ക്ഷേത്രങ്ങളും ഇതിനുവേണ്ടി ക്ഷേത്രത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും തേച്ച് മിനുക്കിയൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുന്നൊരു സമയം കൂടിയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും മനസ്സിൽ നിറഞ്ഞ ഒരു 1444 വർഷത്തെ ഈ ആറാട്ടുപുഴ ക്ഷേത്ര അങ്കണത്തിലെ എല്ലാ ദേവീദേവന്മാരുടെയും സംഘവും ഗംഭീരമായിട്ട് വരട്ടെ. അതിന് ഭഗവതി അനുഗ്രഹിക്കട്ടെ. ഭഗവതിയുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ, സെക്രട്ടറി AK സതീശൻ, സമിതി അംഗം നന്ദകുമാർ, ക്ഷേത്രം ജീവനക്കാർ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജിഷ്ണു ജയചന്ദ്രൻ, ജ്യോതി ജയൻ, അർജുൻ പ്രദീപ്, മാങ്ങാട്ടുകര പറമ്പിൽ എന്നിവർ പട്ടുകുട സമർപ്പിച്ചു. തിരുവുടയാട, വെളിച്ചെണ്ണ, എണ്ണ എന്നിവയുടെ സമർപ്പണവും ചടങ്ങിൽ നടന്നു. പാചകവാതക ക്ഷാമത്തെ തുടർന്ന് സംസ്ഥാനത്ത് ഹോട്ടലുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പാചകവാതക പ്രതിസന്ധിയിലും പ്രവർത്തനത്തെ ബാധിക്കാതെ അമ്മാടം ഗീത ഹോട്ടൽ. 4 പതിറ്റാണ്ടുകാലത്തെ പഴമയുടെ പാരമ്പര്യമാണ് അമ്മാടം സെന്ററിൽ പ്രവർത്തിക്കുന്ന ഗീത ഹോട്ടലിനുള്ളത്. പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരവെ പാചകവാതകക്ഷാമം നാടൊന്നാകെ ഭീഷണിയാകുന്ന കാലഘട്ടം. കേരളത്തിൽ ഇതിനകം ഒട്ടേറെ ഹോട്ടലുകളാണ് പ്രതിസന്ധി നേരിടാനാകാതെ നിശ്ചലമായത്. എന്നാൽ പഴമയേറെയുള്ള അമ്മാടം ഗീത ഹോട്ടലിന് ഇന്നും നിലനിൽപ്പ് നൽകുകയാണ് വിറകടുപ്പെന്ന സംവിധാനം. പുളിവിറകും ചിരട്ടയും കരിയും ഉപയോഗിച്ചുള്ള വിറകടുപ്പ് പഴമയുടെ രുചിക്കൊപ്പം പുതുമയും നൽകുന്നു. പാർലം സ്വദേശി വെട്ടിയാട്ടിൽ കൊച്ചുമോൻ ശാരദ ദമ്പതികൾ 1965 അമ്മാടം പാരീസ് നഗറിൽ ഗീത ചായക്കട എന്ന ചെറിയൊരു കച്ചവടം തുടങ്ങുന്നത്. പിന്നീട് 82 അമ്മാടം സെന്ററിൽ ഇന്നുള്ള ഗീത ഹോട്ടലായി പ്രവർത്തനം മാറ്റി. നാളിതുവരെയും ഗീത ഹോട്ടലിൽ പാചകവാതകം ഉപയോഗിച്ചിട്ടില്ല എന്നത് ഏറെ പ്രത്യേകത. വിറകുപയോഗിച്ച് പാചകം ചെയ്യുന്ന വിഭവങ്ങൾക്ക് രുചി കൂടുതലാണെന്ന് ഗീത ഹോട്ടലിലെ മുതിർന്ന ജീവനക്കാരനായ ദേവൻ പറയുന്നു. 82 തൊട്ട് തുടങ്ങിയിട്ടുള്ളതാ. അതിനു മുന്നേ വേറെ സ്ഥലത്തായിരുന്നു. 1965 തൊട്ട് അവർ അച്ഛനമ്മയായിട്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കുറച്ച് അങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇവിടെ 1982 തൊട്ട് ഇവിടെ സ്റ്റാർട്ടിങ്. അപ്പം ഞാൻ തന്നെ 1992 വന്നതാണ്. ഒരു സുമാർ ഒരു 10-33 വർഷമാവും. ഗ്യാസില്ല. ഇപ്പോൾ കംപ്ലീറ്റ് വറകായിരുന്നു. മുമ്പ് ചിരട്ടയായിരുന്നു. അന്ന് ചിരട്ടയ്ക്ക് വില കുറവായ കാരണം ചിരട്ട ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ കരിയും മറ്റേ ചായക്കുള്ളത് കരി, മറ്റേ പുളിവിറകാണ് ഉപയോഗിക്കുന്നത്. അതൊന്നും നമുക്ക് ബാധിക്കില്ല. ഗ്യാസില്ലെങ്കിലും ഓടും. അതെ, വിറകുള്ളിടത്തോളം കാലം ഇതാവും.
വിറക് തന്നെ ലാഭം. മറ്റേ പുകയും ഇതൊന്നും ഇല്ലാത്തതിന് ഗ്യാസാണ് ഉപയോഗിക്കാറ്. മറ്റുള്ള ആൾക്കാരെ നമുക്ക് പിന്നെ വിറകായി പറഞ്ഞാൽ എക്സ്പീരിയൻസ് ആയില്ലേ വർഷങ്ങളോളം. വേറൊരാൾ പുതിയതായിട്ട് വരുന്ന സമയത്ത് ഇവിടെ പുക ഭയങ്കരമായി പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക്. അത്ര ഇതുള്ളൂ. ടേസ്റ്റ് വ്യത്യാസമുണ്ട്, നല്ല വ്യത്യാസമുണ്ട്. നല്ല പുളിവറകിൻ്റെ നമ്മളിപ്പോൾ വിറക് ഉപയോഗിക്കുന്നതാണെങ്കിൽ പാത്രത്തിൻ്റെതായാലും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് വ്യത്യാസം വരും. അതുപോലെ നമ്മൾ ചായ ഉപയോഗിക്കുന്നതായാലും ചെമ്പിൻ്റെ ബോയിലറിലാണ്. അത് വർഷങ്ങളായി ഞാൻ വരുന്നതിന് മുമ്പേ തൊട്ടുള്ളതാണ്. ആ ഇത് 2 കുടം വെള്ളം കുടിക്കുന്നതാണ്. അത് തിളപ്പിച്ച് അതിലത്തെ ശുദ്ധമായ ആ വെള്ളം കുടിക്കുന്നതും അതുമാതിരി കുടിവെള്ളം നമ്മൾ ചെമ്പിലാണ് നിറച്ച് വെച്ചിരിക്കുന്നത്. ആ വെള്ളം കൊടുക്കാനും നല്ല ഇതാണ്, കഴിക്കുന്നതിന് നല്ലതാണ്. മറ്റുള്ള ഇപ്പോൾ വരുന്നതൊക്കെ മെറ്റീരിയൽ അലുമിനിയം ഇതൊക്കെ അല്ലേ, അതൊക്കെ വിഷാംശങ്ങൾ അടങ്ങിയതും ഇതൊക്കെയാണ്. അല്ലാണ്ട് അത് അത്യാവശ്യം പണ്ടുള്ളതിനെക്കാട്ടിലുണ്ട്, മുമ്പ് ഉള്ളതിനെക്കാട്ടിലും ഇത്തിരി നല്ല ആൾക്കാരുകൾ വരുന്നുണ്ട്. വർഷങ്ങൾ പിന്നിടുന്നതിനിടെ ന്യൂജൻ കോഫി ഷോപ്പുകൾ ഉൾപ്പെടെ അമ്മാടത്ത് പല ഹോട്ടലുകളും തുറന്നു. എന്നാൽ ഗീത ഹോട്ടലിലെ രുചിയേറും വിഭവങ്ങളാണ് ഏവരുടെയും മനസ്സു നിറച്ചത്. ഊണ് കൂടാതെ പൊറോട്ട, മസാലദോശ, ഇഡലി, വെള്ളയപ്പം, ദോശ, ഉഴുന്നുവട, പഴംപൊരി, പരിപ്പുവട, ചായ, വറുത്തമീൻ, ബീഫ് തുടങ്ങിയ വിഭവങ്ങളെല്ലാം ഗീത ഹോട്ടലിൽ ഇന്നും രുചിയോടെ വിളമ്പുകയാണ്. കച്ചവടം തുടങ്ങിവെച്ച കൊച്ചുമോൻ ശാരദ ദമ്പതികളുടെ കാലശേഷം ഇവരുടെ മക്കളായ ചന്ദ്രശേഖരൻ, മണി, ഷാജു, രാജു, ചെറുമക്കൾ എന്നിവർ ഹോട്ടലിന്റെ അമരക്കാരായി. തലമുറകൾ അനുഭവിച്ചറിഞ്ഞ രുചി ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് അമ്മാടത്തെ ഗീത ഹോട്ടലിൽ. അതുകൊണ്ട് തന്നെ പാചകവാതകമെന്ന പ്രതിസന്ധിക്ക് ഒരു സ്ഥാനവുമില്ല വിറകടുപ്പുള്ള അമ്മാടം ഗീത ഹോട്ടലിൽ. തൈക്കാട്ടുശ്ശേരി ശ്രീ പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി. രാവിലെ 5 മണിക്ക് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് തുടക്കമായി. ഗണപതി ഹോമം, കാപ്പുകെട്ട് എന്നിവയ്ക്ക് ശേഷം രാവിലെ 7 മണിക്ക് പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി ദുർഗാദത്തൻ നമ്പൂതിരി പണ്ടാരടുപ്പിലേക്ക് തീ പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം മേൽശാന്തി വിഷ്ണുരാജ് ഭട്ട്, ക്ഷേത്രം ഭാരവാഹികൾ, ക്ഷേത്രം മാതൃസമിതി എന്നിവർ നേതൃത്വം നൽകിയ പൊങ്കാല സമർപ്പണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം കിണറ്റാമിറ്റത്ത് ശ്രീ സതീശൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സമൂഹ അർച്ചനയും ഉണ്ടായിരുന്നു. പുതുക്കാട് നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി KM ബാബുരാജ് ഹരിതകർമ്മസേനയുടെ പുതുക്കാട് മാലിന്യ സംസ്കരണ യൂണിറ്റ് സന്ദർശിച്ചു. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ മുൻകൈയെടുത്ത് സ്ഥാപിച്ച യൂണിറ്റിലെ സന്ദർശനം ഹൃദ്യമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്കും സേനാംഗങ്ങളുടെ ക്ഷേമത്തിനുമായി നൽകിയ KM ബാബുരാജിന്റെ പിന്തുണ പ്രവർത്തകർ അനുസ്മരിച്ചു. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുമെന്ന് UDF സ്ഥാനാർത്ഥി ഉറപ്പു നൽകി. മണ്ഡലത്തിന്റെ വികസനത്തിനായി വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. BJP മഹിളാ മോർച്ച നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹിളാ സംഗമം സംഘടിപ്പിച്ചു. നാട്ടിക SN ഹാളിലാണ് മഹിളാ സംഗമം നടന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി KP ശശികല ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പൌരത്വ ഭേദഗതി നിയമമടക്കം കേരളീയരെ ബാധിക്കാത്ത പ്രശ്നങ്ങളിൽ കോടതികളിൽ റിട്ട് ഹർജികളുമായി പോകുന്നവരാണ് ഭരണ പ്രതിപക്ഷ MLAമാരെന്ന് KP ശശികല പറഞ്ഞു. ഇവർ ആരും തന്നെ ശബരിമലയിലെ ആചാരലംഘന വിഷയത്തിലോ സ്വർണ്ണക്കൊള്ള വിഷയത്തിലോ കോടതിയിൽ റിട്ട് നൽകാത്തത് MLAമാരുടെ പക്ഷപാത നിലപാടിന് ഉദാഹരണമാണെന്നും അവർ പറഞ്ഞു. മഹിളാ മോർച്ച പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രഹ്ന ബിനീഷ് അധ്യക്ഷയായി. വാർഡ് മെമ്പർ അംബിക, അനുപമ ഗോപാലകൃഷ്ണൻ, ഗൌരി, റിനി കൃഷ്ണപ്രസാദ്, സജിനി മുരളി, സനി രാജു എന്നിവർ സംസാരിച്ചു. മികച്ച അധ്യാപികയ്ക്കുള്ള സംസ്ഥാന സർക്കാർ അവാർഡ് ലഭിച്ച ശലഭ, നാട്ടിക പഞ്ചായത്തിൽ നിന്ന് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളായ ദേവപ്രിയ, ശ്രീരാം രഞ്ജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. തൃത്തല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരം. ഞായറാഴ്ച രാത്രി 11 മണിയോടെ തൃത്തല്ലൂർ സെന്ററിലായിരുന്നു അപകടം. ഒരു കുടുംബത്തിലെ 5 പേരും സുഹൃത്തുമായിരുന്നു കാർ യാത്രികർ. തൃത്തല്ലൂർ സെന്ററിൽ വെച്ച് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ മരത്തിലിടിക്കുകയായിരുന്നു. കാർ യാത്രികരും ചാവക്കാട് തിരുവത്ര സ്വദേശികളുമായ രാമി വീട്ടിൽ രാമി അലി, ഭാര്യ ഷഹർബാൻ, മക്കളായ ഖദീജ, ഫാത്തിമ, ഐഷ, രാമി അലിയുടെ സുഹൃത്ത് അബ്ദുൾ മജീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരിൽ അലിയുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ സഹകാരി സെന്റർ, വാടാനപ്പള്ളി ആക്സ്, ലെവൽ ഓഫ് കെയർ, ബിലീവർ, കയ്യാലാസ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം പെരുമ്പിലാവിൽ നിർത്തിയിട്ട ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് കയ്പമംഗലം സ്വദേശിയായ യുവാവ് മരിച്ചു. കയ്പമംഗലം 12 സ്വദേശി കളരിക്കൽ വീട്ടിൽ വിജയന്റെ മകൻ 42 വയസ്സുള്ള അനൂപാണ് മരിച്ചത്.
ഞായറാഴ്ച രാത്രി 12 മണിയോടെ തൃശൂർ കുറ്റിപ്പുറം റോഡിൽ പെരുമ്പിലാവ് പ്രിയ സെന്ററിന് സമീപമായിരുന്നു അപകടം. ഈ ഭാഗത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പിന്നിൽ അനൂപ് സഞ്ചരിച്ചിരുന്ന ബൈക്കിടിച്ചായിരുന്നു അപകടം. പരിക്കേറ്റ യുവാവ് ഉടൻ തന്നെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പെരുമ്പിലാവിലുള്ള ബന്ധുവിന്റെ വീട്ടിലേക്ക് പോകുന്നതിനിടെ അനൂപ് സഞ്ചരിച്ച ബൈക്ക് അപകടത്തിൽപ്പെടുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കയ്പമംഗലത്ത് സംസ്കരിക്കും. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളുടെ ആചാര്യസ്ഥാനത്തുള്ള ചാത്തകുടം ശ്രീ ധർമ്മശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ബുധനാഴ്ച നടക്കും. രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിൽ വിശേഷാൽ ചുറ്റുവിളക്കുണ്ടാകും. വൈകിട്ട് 7:30 ചക്കംകുളങ്ങര ശാസ്താവും തൈക്കാട്ടുശ്ശേരി ഭഗവതിയും ചാത്തക്കുടം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ എഴുന്നള്ളിയെത്തും. 2 ദേവീദേവന്മാർ ഒന്നിച്ച് മേളത്തോടെ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനു ശേഷം വലിയമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിക്കും. സഹോദര സ്ഥാനത്തുള്ള ചക്കംകുളങ്ങര ശാസ്താവും സഹോദരീ സ്ഥാനത്തുള്ള ധന്വന്തരി മൂർത്തിയായ തൈക്കാട്ടുശ്ശേരി ദുർഗാ ഭഗവതിയും ഗ്രാമരക്ഷകനായ ചാത്തക്കുടം ശാസ്താവിനെ പുറപ്പെടുവിക്കുവാൻ എത്തുന്നു എന്നതാണ് തിരുവാതിര പുറപ്പാടിന്റെ പ്രത്യേകത. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 12,435 രൂപ, പവന് 99,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ആചാരപെരുമയും പാരമ്പര്യവും സമന്വയിക്കുന്ന പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് ചൊവ്വാഴ്ച രാത്രി കൊടിയേറും. 7 ദിവസത്തെ പൂരാഘോഷ വിഷയത്തിന് ശക്തമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയപ്രഖ്യാപനത്തിന്റെ ആവേശത്തോടെ LDF നാട്ടിക നിയോജക മണ്ഡലം കൺവെൻഷൻ. പെരിങ്ങോട്ടുകര ശാന്തി പാലസിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രവർത്തകർക്ക് ആവേശമായി. നാട്ടികയിൽ ഇടതുപക്ഷ രാഷ്ട്രീയം പരിപൂർണമായും മലീമസപ്പെട്ടെന്ന് നാട്ടികയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നതായി VM സുധീരൻ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.